കഴിഞ്ഞ തവണ കാൻഡൻ ഫെയർ കാണാൻ വേണ്ടി ചൈനയിൽ പോയതിന് ശേഷം ഞാൻ പ്രോമിസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രാ വിവരണം ഒരു വീഡിയോ ആയിട്ട് പങ്കുവെക്കുക. ഞാൻ കണ്ട കാഴ്ചകൾ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുക. ദെൻ ഇതിന് മുൻപൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് കാൻഡൻ ഫെയറിൽ പോയതും ചൈനയിൽ അപ്പോൾ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ എഗെയിൻ പോയപ്പോൾ ഒരുപാട് പുതിയ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്, കുറച്ചധികം സമയം നിന്നിട്ടുണ്ട്. ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കൂടെ പോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെല്ലാം പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പോയി വന്നതിന് ശേഷം നാട്ടിൽ കുറച്ച് സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വെറുതെ ആൾക്കാരുടെ തെറിവിളി കേൾക്കണ്ട. കാരണം ചൈനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറിവിളിക്കുള്ളൊരു വഴിയാവാനുള്ള ചാൻസ് ഉള്ള കാരണം അത് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ എന്തായാലും സാഹചര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. 5 വർഷമായിട്ട് ഇന്ത്യ ശരിക്കും ചൈനീസ് സിറ്റിസൺസിന് ടൂറിസ്റ്റ് വിസ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ അതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ബന്ധം ഊഷ്മളമാവുന്നതിൻ്റെ ഒരു സൂചനയാണല്ലോ. പ്രത്യേകിച്ച് ഈ ട്രംപ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇന്ത്യയിലേക്ക് കമ്പനികൾ പോകുന്നതിനെ തടയണം, എന്ത് വിധേനയും തടയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താരിഫ് യുദ്ധത്തിൽ ശരിക്കും നമ്മൾ ഇമ്മ്യൂണല്ല. ചൈന ഓൾറെഡി അവർ തമ്മിലാണ് യുദ്ധം. പക്ഷേ ഇതിൻ്റെ സൈഡ് പ്ലേയേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ഇന്ത്യക്കും അല്ലെങ്കിൽ അപ്കമ്മിങ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ലോക സാഹചര്യത്തിൽ ഈ ഡ്രാഗണും എലിഫൻറ്റും ഒരുമിച്ച് വരുന്ന ഒരു ആശയം പറയുന്നുണ്ടല്ലോ, ചൈനയും ഇന്ത്യയൊക്കെ ഒരുമിക്കുന്ന അങ്ങനത്തെ ഒരു ഭാവി ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ഇനി ലോക സാഹചര്യങ്ങൾ മൂവ് ചെയ്തേക്കാം. പ്രത്യേകിച്ച് ബ്രിക്സിനൊക്കെ കൂടുതൽ പ്രാധാന്യം വരികയാണെങ്കിൽ ഈ 2 രാജ്യങ്ങളാണല്ലോ അതിൽ ഏറ്റവും പ്രധാനികളെന്ന് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ചൈനയിൽ പോയതിന് ശേഷം ഈ കണ്ട കാഴ്ചകളും ഒരു ഏകദേശം കൂടുതൽ സമയം മുൻപത്തെ തവണ പോയതിനേക്കാൾ കൂടുതൽ സമയം നിന്നിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ചെയ്തത് അത്യാവശ്യം ഒരു പ്രീമിയം ബിസിനസ് കമ്മ്യൂണിറ്റി ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എല്ലായിടത്തും കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതൊരു അജണ്ടയല്ല. കാരണം ചില സമയത്തൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആണ് ബെറ്റർ. അപ്പോൾ വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു ആശയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അത്യാവശ്യം വലിയ ഒരു ബിസിനസ് കോൺഫറൻസ് ഒക്കെ ഷെൻജനിൽ വെച്ചിട്ട് ഇന്ത്യ ചൈന ബിസിനസ് കോൺഫറൻസ് ഒക്കെ നടത്തി. 2 ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഓൺടർപ്രണേഴ്സ് എല്ലാം വന്നു, സംസാരിച്ചു. ഒരുപാട് ബിസിനസ് നെറ്റ്വർക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ആക്ച്വലി സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. ബട്ട് ദെൻ ഇതാണ് ഏറ്റവും നല്ല സമയം തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഉടനീളം നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നോർമലി എൻ്റെ വീഡിയോ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കാണാൻ കൂടി ശ്രമിക്കുക. എന്താ വെച്ചാൽ ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ക്യാമറയിൽ മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫൂട്ടേജസും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പാസീവായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ കൂടി ശ്രമിക്കുക. നമുക്ക് ചൈനയിൽ മുൻപ് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചൈനയെക്കുറിച്ച് അറിയുന്നുണ്ടാകും. പിന്നെ തന്നെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കണ്ണിലൂടെ കാണുക എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ട കുറേ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോക്കകത്ത് പങ്കുവെക്കുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോ മാത്രമല്ലാതെ കാണാൻ കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചൈനയിലേക്ക് ഈ കാൻഡൻ ഫെയറിന് പോകുന്നതിനെ കുറിച്ച് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ട്രേഡ് ഫെയർ ഒക്കെയാണ്. ചൈനയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രേഡ് ഫെയർ ആണ്. ഇതിൻ്റെ രസം എന്താ വെച്ചാൽ ഇൻ്റർനാഷണൽ ആൾക്കാർക്ക്, ഫോറിൻ ഗസ്റ്റുകൾക്ക് ബേസിക്കലി ആ പരിപാടി ഫ്രീ ആണ്. നമുക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. പകരം ചൈനീസ് നാഷണൽസ് ആണെങ്കിൽ അവർ ഈ പരിപാടിയിൽ കാൻഡൻ ഫെയറിലേക്കുള്ള ബയർ ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരതിന് പൈസ എല്ലാം കൊടുക്കണം. ഓരോ ദിവസത്തിനോ അല്ലെങ്കിൽ ഓരോ ഫേസിനൊക്കെ ആയിട്ട് പൈസ എല്ലാം കൊടുക്കണം. പക്ഷേ നമുക്കൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ അതിന് ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് അത് വെച്ചിട്ടാണ് വിസക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻ ഒന്നും നോർമലി ഉണ്ടാവാറില്ല. ആ സമയത്ത് തന്നെ വേറെയും കുറേ ട്രേഡ് ഫെയർസ് ചൈനയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വിസ കിട്ടാനൊക്കെ നല്ല ടഫായിരുന്നു. ഈ വിസ എല്ലാം കിട്ടി നമുക്ക് ഒരുപാട് ഫ്ലൈറ്റ് ഓപ്ഷൻസ് ഉണ്ട് ചൈനയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ഈസ്റ്റ് ഏഷ്യ വഴിയാണ് സാധാരണ പോവുക. അപ്പോൾ വിയറ്റ്നാം വഴി അല്ലെങ്കിൽ തായ്ലൻഡ് വഴി, മലേഷ്യ വഴി, സിംഗപ്പൂർ വഴി, ഈവൻ ശ്രീലങ്ക വഴിയൊക്കെ പോകാം. ശരിക്കും നേരിട്ട് ഫ്ലൈറ്റ്സ് കേരളത്തിൽ നിന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്നുണ്ട് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ ഒരു പക്ഷേ ഉണ്ടാവും. എന്തായാലും കേരളത്തിൽ നിന്ന് പോകുന്ന അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുക ഈ കൊച്ചി വഴി, കൊച്ചിയിൽ നിന്നും പിന്നീട് ശ്രീലങ്ക വഴിയോ മറ്റുമൊക്കെ പോകുന്നതാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ആയിരുന്നു. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ പോകുന്നത്. 10-35 ആൾക്കാർ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രം ജോയിൻ ചെയ്യുന്നത് നിയർലി 35 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് നല്ല ഒരു ഫ്ലൈറ്റ് ഓപ്ഷൻ കിട്ടിയത് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരും മലയാളികളായിരുന്നു. ഏകദേശം 90ഓളം ആൾക്കാരുണ്ടായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള UK നിന്ന്, ജർമ്മനിയിൽ നിന്ന്, അതുപോലെ GCCയിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും. അതിൽ തന്നെ ഏറ്റവും വലിയൊരു കണ്ടിൻജൻറ്റ് UAE നിന്നാണ്. പിന്നെ സൗദിയിൽ നിന്ന് അതുപോലെ തന്നെ ഒരു സൈസുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും ഈ അധികം മൈഗ്രേറ്റ് ചെയ്യുന്ന മലയാളികളും വലിയ സ്വപ്നങ്ങളുള്ളവരായിരിക്കും.
അവസരങ്ങൾ തേടി പോകുന്നവരായിരിക്കും. ഈ ആൾക്കാർ തന്നെയാണ് ശരിക്കും പിന്നെയും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. കാരണം വൺസ് യാത്ര ചെയ്ത് ആ ഒരു ഷെല്ല് പൊട്ടിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാം അവസരങ്ങളാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്താലാണ് അവസരങ്ങൾ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു. അങ്ങനെ ശരിക്കും നല്ല ഒരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ശരിക്കും പോകുന്നത് ഏപ്രിൽ 17-ാം തീയതിയാണ്. 17-ാം തീയതി ശ്രീലങ്കൻ എയർലൈൻസിന് പോയി നട്ടപ്പാതിരക്ക് അവിടെ എത്തി. ഒരു ഏകദേശം പുലർച്ചയോട് കൂടിയിട്ട് ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത്, ഞങ്ങളൊരു 4 സ്റ്റാർ ഹോട്ടലാണ് ഈ സ്റ്റേക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്വിൻ ഷെയർ ബേസിസിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതേസമയം ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി റൂംസ് എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾ 35 ആൾക്കാർ ഒരുമിച്ചാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചൈനയിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയാം, നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റും മറ്റുമൊക്കെ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അത് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് ആദ്യമായിട്ട് അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ പ്രൊസീജിയറൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അത് വേണം, അറൈവൽ കാർഡ് നമ്മൾ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എയർപോർട്ടിൽ തന്നെ കാൻഡൻ ഫെയറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. എനിക്കൊന്ന് അവിടെ തന്നെ നമുക്ക് കാൻഡൻ ഫെയറിൻ്റെ ബയർ കാർഡൊക്കെ പ്രിൻറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സൈറ്റിൽ സൈനപ്പ് ചെയ്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് തന്നെ നമുക്ക് ബയർ കാർഡെല്ലാം പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് പുറത്തെത്തിയ സമയത്ത് നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ തവണത്തെ ബിസിനസ് കോൺഫറൻസ് ശരിക്കും ചെയ്തിരുന്നത് ഡോക്ടർ നൗഷാദ് എന്ന് പറഞ്ഞിട്ട് തിരൂരുകാരനായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം MBBS പഠിക്കാൻ വേണ്ടി ചൈനയിൽ പോയതാണ്. പിന്നീട് ചൈനയിൽ തന്നെ സെറ്റിലായി. ചൈനയിൽ ഏകദേശം ഇപ്പോൾ ഒരു 500-ലധികം ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയൊക്കെ ഉണ്ട്. അവർക്ക് സ്മാർട്ട് ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ ഫാക്ടറിയും R&D ഒക്കെ ഉള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും, അതുപോലെ തന്നെ ചൈനയിൽ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള, ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ലോകത്തെ എല്ലാ ഭാഗത്തും മലയാളികളില്ലേ നമ്മുടെ നാടുകളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു പ്രധാന എക്സ്പോർട്ട് ഏരിയ യൂറോപ്യൻ കൺട്രീസും US അങ്ങനത്തെ ഭാഗങ്ങളിലേക്കൊക്കെ. കാരണം അവിടെ ആണല്ലോ ഈ ശരിക്കും ഈ പ്രൈസ് അഡ്വാൻറ്റേജ് ഉണ്ടാവുക. ഇന്ത്യയിലേക്ക് പറയുന്ന സമയത്ത് ചൈനീസ് കറൻസിയേക്കാൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കുറച്ചും കൂടെ കോസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകളിലേക്ക് അറിയാണ്ട് നമുക്കൊരു പ്രിഫറൻസ് വരാറുണ്ട്. പക്ഷേ US-ലേക്ക് മറ്റൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കുറച്ചും കൂടെ നല്ല ലാഭം കിട്ടും. അപ്പോൾ അവരുടെ ഒരു പ്രൈമറി ഫോക്കസ് ആ മാർക്കറ്റ് ആയിരിക്കും. അദ്ദേഹമാണ് ആക്ച്വലി നമ്മൾ അവിടുത്തെ ഹോസ്റ്റ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരാണ് ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ചൈനീസ് സ്റ്റാഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ചൈനീസ് സ്റ്റാഫ്. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ചൈനക്കാർക്ക് അങ്ങനെ ഇംഗ്ലീഷിനോട് വലിയ പ്രതിപത്തിയൊന്നുമില്ല. അവർക്ക് അവരുടെ ഭാഷയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ ചുരുക്കമാണ് ശരിക്കും, അങ്ങനെ അത്രമാത്രം കോമൺ അല്ല. അപ്പോൾ ഇവരെന്നെ നമ്മളെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചിട്ട് നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പിറ്റേന്ന് മോർണിംഗ് തൊട്ടിട്ട് നേരെ അന്നത്തെ അജണ്ട എന്ന് പറയുന്നത് phase 1 ഓഫ് കാൻഡൻ ഫെയർ നടക്കുന്ന ടൈമാണ്. ഈ സ്മാർട്ട് ഡിവൈസസ്, ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, AI റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശരിക്കും ഇത് കമ്പനികൾ നേരിട്ടുള്ള സ്റ്റാളുകളുണ്ട്. പിന്നെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അതായത് ഈ കമ്പനികളുടെ അടുത്ത് നിന്നൊക്കെ സാധനം എടുത്തിട്ട്, ഫാക്ടറികളുടെ അടുത്ത് നിന്നൊക്കെ സാധനം എടുത്തിട്ട് ഇൻ്റർനാഷണലി നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഗ്രേഡ് എന്താണോ ആ റേഞ്ചിൽ വിൽക്കുന്ന പല രീതിയിൽ. ഇപ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാരൊന്നും ഇന്ത്യക്കാർക്ക് വിൽക്കില്ല. റീസൺ എന്താ വെച്ചാൽ ഇന്ത്യക്കാർ ഭയങ്കര പ്രൈസ് സെൻസിറ്റീവാണ്. അതേസമയം ചില ആൾക്കാരെല്ലാം ലൈക്ക് ഏത് ക്വാളിറ്റിയിലും ചെയ്തു തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ശരിക്കും 50,000 60,000 സ്റ്റാളുകളൊക്കെ നമുക്ക് അങ്ങനെ എല്ലാം വിസിറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും ആക്ച്വലി പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഓവർവെൽമഡ് ആകും. ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് ഉണ്ടാകുമ്പോഴുള്ള കുഴപ്പം നമ്മൾ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നം കാരണമൊക്കെ ശരിക്കും കാൻഡൻ ഫെയറിൽ പോയി എന്നുള്ള കാരണം കൊണ്ട് ഒറ്റയടിക്ക് നമ്മളൊരു ബിസിനസ്സൊന്നും തുടങ്ങിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണും, പക്ഷേ നമ്മുടെ മെൻറ്റാലിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കണ്ടതൊന്നുമല്ല ലോകം, ഒരുപാട് പ്രൊഡക്റ്റുകളും ചിന്തിക്കുന്നതിൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ടെക്നോളജിയുടെ എത്തി എന്ന് കരുതുന്ന പോയിന്റിൽ നിന്ന് അവർ തുടങ്ങിയിട്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ കാണാം. സഗർ ഇലിയാസ് ജാക്കിയിൽ പറയണില്ലേ, നീ ചിന്തിച്ച് നിർത്തിയെടുത്തെന്നാണ് ഞാൻ ചിന്തിച്ച് തുടങ്ങുക എന്ന് പറയണില്ലേ. അങ്ങനത്തെ ഒരുപാട് ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഒരു ഹയർ സ്റ്റാൻഡേർഡ്സ് സാധനങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഈ കാൻഡൻ ഫെയറിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും. അതായത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ എന്നുള്ളത്. ചിലപ്പോൾ ആ തോട്ടായിരിക്കും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നിർബന്ധമായിട്ടൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ പ്രൊഡക്റ്റ് നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരലൊന്നാവില്ല. പകരം നമ്മളത് ചിന്തിപ്പിക്കും. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാലോ എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കും. പിന്നെ പുറമെ ശരിക്കും അത് ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ നെറ്റ്വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കമ്പനികളെയും മറ്റുമൊക്കെ നെറ്റ്വർക്കിൽ കൊണ്ടുവരാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇത് ശരിക്കും 5 മണി വരെയാണ് ശരിക്കും നമ്മൾ ഈ കാൻഡൻ ഫെയറിൽ പോകുന്ന ആ ട്രേഡ് ഫെയർ മറ്റൊക്കെ കാണുന്നത്. ഏകദേശം 10-15 കിലോമീറ്ററൊക്കെ ഒരു ദിവസം ആകുമ്പോഴേക്ക് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ശരിക്കും ഞങ്ങൾ പ്രൈവറ്റ് ബസ്സാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെയും ഡോക്ടർ നൗഷാദിൻ്റെയൊക്കെ ഫോട്ടോ പതിച്ചിട്ടുള്ള ബസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ശരിക്കും അത് ആർക്കും ചെയ്യട്ടോ. നമ്മളിവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ
കുറച്ച് പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡഡ് ബസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതൊരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ബ്രാൻഡഡ് ബസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ പരിപാടിയെല്ലാം കഴിയുമ്പോൾ ക്ഷീണം നമുക്ക് ബസ്സിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ 15 കിലോമീറ്ററൊക്കെ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ മാർക്കറ്റിലേക്ക് പോവുക. വാച്ച് മാർക്കറ്റ്, ഇലക്ട്രോണിക്സ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലോത്തിങ് ഒക്കെ ബൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ വാച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് വാച്ച് മാർക്കറ്റിൽ തന്നെ പല ക്വാളിറ്റി ഓഫ് കോപ്പി പ്രൊഡക്റ്റുകളും മറ്റുമൊക്കെ കിട്ടും. അതുപോലെ ബാഗുകളാണെന്നുണ്ടെങ്കിലും ഒരുവിധം അങ്ങനെ നമ്മൾ ചൈനയെ പലപ്പോഴും ഇന്ത്യക്കാരറിയുന്നത് ചീപ്പ് ഇമിറ്റേഷൻസോ അല്ലെങ്കിൽ കോപ്പി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ നമുക്ക് നന്നായിട്ട് കിട്ടും. പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും ഒരുപക്ഷെ ചൈനക്കാരൊക്കെ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കാണുന്നത് മാത്രമൊന്നുമല്ല, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും ടോപ്പ് നോച്ചാണ്, അവരുടെ ഫെസിലിറ്റീസ് ടോപ്പ് നോച്ചാണ്. വലിയൊരു ശതമാനം ചൈനക്കാരുടെ കയ്യിലും ഐഫോണും മറ്റുമൊക്കെയാണ്. അപ്പോൾ ലൈക്ക് അങ്ങനത്തെ ഒരു ഓഡിയൻസ് വേറെയുണ്ട്. അപ്പോൾ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ടോയ്സും മറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മാർക്കറ്റിൽ തന്നെ നമുക്ക് നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇന്ത്യക്കാർക്ക് അവിടെ പോകുന്ന സമയത്ത് ഒരുപാട് ഇന്ത്യൻ ഫുഡ് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ സ്പെസിഫിക് റെസ്റ്റോറൻറ്റുകൾ നമ്മൾ പോകുന്ന പ്രദേശത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല. ബട്ട് ദെൻ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഫുഡ് ഐറ്റംസ്, ശരിക്കും മലയാളികൾക്കൊക്കെ പരിചയമുള്ള ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങളൊക്കെ നമുക്ക് ആ പ്രദേശത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ മാർക്കറ്റുകളോട് ചേർന്നിട്ട് തന്നെ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ബൊഫേ മോഡലായിരുന്നു. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് ഈ പ്രോഗ്രാമിൽ കവേർഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഒരു ബൊഫേ മോഡലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള എത്രയും കഴിക്കുക, ഇഷ്ടമുള്ള വിഭവങ്ങൾ ചൂസ് ചെയ്തിട്ട് കഴിക്കുക എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സൈറ്റ് വിസിറ്റ്, ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ കാൻഡൻ ടവർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കാൻഡൻ ടവർ എന്ന് പറഞ്ഞാൽ 600 മീറ്ററിലേറെ ഹൈറ്റൊക്കെയുള്ള, ശരിക്കും ഈ കാൻഡൻ എന്നാണ് ഇത്ര, ഈ ഗ്വാഞ്ചോ എന്നാണ് ഇപ്പോൾ ഈ സിറ്റിയുടെ ഇപ്പോഴത്തെ പേര്. അപ്പോൾ അതിൻ്റെ പഴയ പേര് കാൻഡൻ എന്നാണ് ഇത്ര. ആ പേര് തന്നെയാണ് ശരിക്കും ഈ ഫെയറിനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റിയുടെ ഐഡൻറ്റിറ്റി ആയിട്ട്, സിറ്റിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുർജ് ഖലീഫ എന്നൊക്കെ പറയേണ്ട പോലെ ഈ കാൻഡൻ അല്ലെങ്കിൽ ഈ ഗ്വാഞ്ചോൻ്റെ ഐഡൻറ്റിറ്റിയാണ് ശരിക്കും ഈ കാൻഡൻ ടവർ. അതൊരു 600 മീറ്റർ പ്ലസ് ഹൈറ്റുള്ള ഒരു ടവറാണ്. അപ്പോൾ അതിന് ചുറ്റും ഒരു തടാകമൊക്കെ പോലത്തെ സംഭവമുണ്ട്, ഒരു നദിയൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ക്രൂസ് ഷിപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. നല്ല ഇല്യൂമിനേഷനാണ്, ആ പ്രദേശം മുഴുവൻ നല്ല രീതിയിൽ ലൈറ്റും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന അങ്ങനത്തെ ഒരു സംഭവം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു ദിവസം വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു ബീജിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഈ ബീജിംഗ് സ്ട്രീറ്റ് എന്നുള്ള ഏരിയ അതിനൊരു പോഷ് ലൈക്ക് ഫീൽ ഉണ്ട്. ഒരുപാട് പ്രീമിയം ബ്രാൻഡുകളുടെയൊക്കെ ഔട്ട്ലെറ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. അതേസമയം അതിന് ഇപ്പോൾ ഈ ഹുവാവി ഉണ്ടല്ലോ, അവിടെ കണ്ടൊരു അത്ഭുതമാണ്. ഹുവാവിയുടെ കാറ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ നജീബ് റഹ്മാൻ ഇല്ലേ, അദ്ദേഹം ഒരു വീഡിയോ അവിടെ കണ്ട കാറിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്നുവെച്ചാൽ നല്ല അടിപൊളി പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഹുവാവിയുടെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് മൊബൈൽ ഫോൺ വിൽക്കുന്ന പോലെ കാറ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മൊബൈൽ ഫോണുകൾ അടുക്കി വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് കാറ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല നല്ല പ്രീമിയം കാറുകളും മറ്റുമൊക്കെ. അപ്പോൾ ലൈക്ക് അവരുടെ ഒരു മാറുന്ന ഫേസ് ആയിരിക്കുമല്ലോ ഹുവാവി, ഒരു സ്മാർട്ട് കാറുകളിലേക്ക് മറ്റുമൊക്കെ വരുന്നത്. ഇപ്പോൾ ഷവോമി അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ കാറുകൾ ഇറക്കുന്ന അവരാണോ എന്ന് വരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാറുകളും മറ്റുമൊക്കെ ഒരു ഭാഗത്ത് വരുന്നില്ലേ. ആ സ്ട്രീറ്റിൽ ആക്ച്വലി ചൈനയുടെ ഒരുപാട് ചരിത്രങ്ങൾ കിടക്കുന്നുണ്ട്. 500 വർഷത്തിലധികം പഴക്കമുള്ള പല സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ട്, ആർട്ടിഫാക്ട്സ് ഉണ്ടാവില്ല ബേസിക്കലി, അതെല്ലാം ഒരു ഭാഗത്ത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുകളിലായിട്ടും അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ആയിട്ടും ഒരു നല്ല ഇന്നത്തെ ഒരു സിറ്റി ഉണ്ടാവുമല്ലോ, ആ സിറ്റി വൈബൊക്കെ ഉള്ള വലിയ വലിയ LED സ്ക്രീനുകളും മറ്റുമൊക്കെ വെച്ചിട്ട് ഒരുപാട് കപ്പിൾസും മറ്റുമൊക്കെ ഒരു ലൈക്ക് ചൈനീസ് എൻവിയോൺമെൻറ്റ് അവിടെ അവർ ടോട്ടലി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ നിന്നിട്ട് ആൾക്കാർ പാടുന്നുണ്ട്, മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് നല്ല റഷുള്ള ഒരു ഏരിയയാണ്, നല്ല ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യില്ലേ. ഈ ശരിക്കും ആൾക്കാരും കൂടിയാണല്ലോ ഓരോ പ്രദേശത്തിനും വൈബ് ഉണ്ടാവുക. മറ്റേത് എല്ലാ ഇൻഫ്രയുണ്ട്, ബട്ട് ദെൻ കാലിയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ വൈബ് ഫീൽ ചെയ്യില്ല. ശരിക്കും ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളും ചിലപ്പോൾ മനോഹരമാക്കുന്നത് അതിൽ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ലൈക്ക് അങ്ങനത്തെ ഒരു മനോഹാരിതയും കൂടെ ഉണ്ടാവുമല്ലോ. ഇത് ചൈനയിലുണ്ട്, ചൈനയിൽ ഒരുപാട് മനുഷ്യന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ട്രീറ്റിലൊക്കെ ആ സമയത്ത്, ഇപ്പോൾ നമ്മൾ പോകുന്ന സമയം എന്ന് പറയുന്നത് കാനൺ ഫെയർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ശരിക്കും ഒരു നമുക്ക് ആൾക്കാരെ നോക്കുമ്പോൾ തന്നെ അറിയാം, പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, വലിയൊരു ശതമാനം മലയാളികൾ, ഇന്ത്യക്കാരിൽ തന്നെ സ്പെസിഫിക്കലി മലയാളികളൊക്കെ ഒരുപാട് ഈ പ്രോഗ്രാമിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബെയ്ജിംഗ് സ്ട്രീറ്റിലൂടെ നടന്ന് ഒരുപാട് ആർട്ടിഫാക്ട്സും മറ്റുമൊക്കെ കണ്ട്, എൻ്റെ കൂടെ UK നിന്ന് നമ്മുടെ കൂടെ ട്രിപ്പിൽ ജോയിൻ ചെയ്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു വെച്ചിട്ട്, കാരണം ഈ യാത്രയിലാണ് ശരിക്കും ആൾക്കാർ ബോണ്ടാവുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താ വെച്ചാൽ
എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ ഉണ്ടാവും. ഒന്നെന്താ വെച്ചാൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റും മറ്റൊന്നും അധികം ചർച്ച ചെയ്യാറില്ല. പ്യുവർലി ഈ അത്യാവശ്യം കറണ്ട് അഫയേഴ്സിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലൊക്കെ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുക, അപ്പോൾ സംസാരിക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കാണാൻ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് നല്ല ഉന്നതമായ ചിന്തകളുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് അവർ അത് കിട്ടുന്ന സോഴ്സ്, അതിപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര സംഭവം ആയതുകൊണ്ടല്ല, ബട്ട് ദെൻ ഇത് ഒരു ഒള്ളി സോഴ്സായിട്ട് മാറുന്ന സമയത്ത് ഓക്കെ എന്നാൽ ഇത് കാണുക എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. അപ്പോൾ ആ ആൾക്കാർക്ക് ഒരുപക്ഷെ നമ്മളോട് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊരു വെന്യൂ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഈ യാത്ര ശരിക്കും അതിന് പറ്റുന്ന നല്ലൊരു വെന്യൂ ആണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ ഈ ചൈനയിൽ പോകണം എന്നുള്ള ഒരു അവയർനെസ് പല ബിസിനസ്സുകാർക്കും ഉണ്ട്. ചൈനയിൽ പോയി കഴിഞ്ഞാൽ സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ചൈന ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്, ഓക്കെ എന്നാൽ ചൈന വിസിറ്റ് ചെയ്തിട്ട് എന്താണ് അടുത്ത ട്രെൻഡ് എന്ന് കാണാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാരണം കൊണ്ടൊക്കെ പലപ്പോഴും മൈൻഡിൽ ഇങ്ങനെ ചൈനയിലൊക്കെ പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഓക്കെ എന്നാൽ ഉമറിൻ്റെ കൂടെ പോവുക എന്നുള്ളൊരു ചോയ്സ് അവരെ മുൻപിൽ വരുന്നതും അവർ ആ യാത്രയിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ച് ഈ ബീജിംഗ് സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ ശരിക്കും ആ യാത്രയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ ശരിക്കും ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വരാനൊക്കെ പറ്റുന്ന ഒരു ട്രിപ്പ്. എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ബീജിംഗ് സ്ട്രീറ്റിനെ കണ്ട സമയത്ത് ലൈക്ക് അതൊരു ഫേസാണ്. ഇപ്പോൾ നമുക്ക് ഏത് നാടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ നമ്മൾ കുറച്ചധികം കാലം ചിലവഴിക്കുമ്പോൾ നമ്മളെ ബയാസുകൾ കുറേയൊക്കെ മാറും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ജനറൽ ബയാസാണ് നമ്മുടെ കൾച്ചറാണ് നല്ലത്, നമ്മുടെ സിസ്റ്റംസാണ് നല്ലത്, നമ്മുടെ വേ ഓഫ് ലൈഫാണ് നല്ലത്, വാട്ട് എവർ. അത് ജനറേഷൻക്കിടയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മുതിർന്ന ജനറേഷൻ പറയില്ലേ ഞങ്ങളെ കാലമായിരുന്നു ഏറ്റവും നല്ലത്, കുട്ടികളോട് പറയും നിങ്ങളെ കാലം അത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് രാജ്യങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ട്, ഗ്രാമങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ടാകും. ബട്ട് ദെൻ അവിടെ ഈ ബീജിംഗ് സ്ട്രീറ്റിലൂടെയൊക്കെ പോകുന്ന സമയത്ത് കണ്ടൊരു ഫീൽ എന്താ വെച്ചാൽ ആരെയും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, അവരുടെ കാര്യങ്ങളിൽ ഭയങ്കര ഒക്കുപ്പൈഡാണ്. ബട്ട് ദെൻ ഒരു നല്ല രസമുള്ളൊരു ഫീൽ. ഒരു പക്ഷേ നമുക്ക് അടുപ്പമുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടിരുന്നെങ്കിൽ നന്നായേനെന്നൊക്കെ തോന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയിട്ടുള്ള ഒരു സ്ട്രീറ്റായിരുന്നു ഈ ബീജിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം 7-Eleven പല ഭാഗത്തുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എപ്പോഴും അവിടുന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അത് ഒരു നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് അത് ശരിക്കും ഭയങ്കര ഇൻസൈറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയത്. അവരുടെ ഹൈവേയിലൂടെ മറ്റൊക്കെ കയറിയിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്നത്. എന്താ വെച്ചാൽ സിറ്റിയിലൊന്നല്ല, സിറ്റിയുടെ ഒരു ഔട്ട്സ്കേർട്സിൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. ഒരു മല ശരിക്കിന് അവർ റീഇൻവെൻറ്റ് ചെയ്തിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ കാര്യമായിട്ട് അപ്പുറത്ത് സിറ്റിയോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശമൊന്നുമല്ല. പക്ഷേ ഒരു മല ഉണ്ടായപ്പോൾ ആ മലയെ എങ്ങനെ കൊമേഴ്ഷ്യലി യൂട്ടിലൈസ് ചെയ്യാമെന്ന് അവർ ചിന്തിച്ചിട്ട് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും അതിന് സംബന്ധമായിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടിഫാക്ട്സും ലൈക്ക് മോണിമെൻറ്റ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ട് അവരൊരു ഏരിയ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഒരുപാട് ചൈനീസ് നാഷണൽസിനെ അവിടെ കണ്ടില്ല, പക്ഷേ നമ്മളെപ്പോലത്തെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ്. എന്താ വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജാണ്, പിന്നെ അതിൽ നിന്ന് താഴേക്ക് വെള്ളം വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ലൈറ്റ് ഷോയും കൂടെ ഉണ്ടാകും. ഗ്ലാസ് ബ്രിഡ്ജ് ആസ് നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ഹൈറ്റാണ്, ഒരു മലയുടെ മുകളിലാണ്. നോർമലി ഗ്ലാസ് ബ്രിഡ്ജ് നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ പക്ഷേ അത് ഹൈറ്റ് വൈസ് നല്ല 1000 സ്റ്റെപ്സൊക്കെ കയറി പോയതിന് ശേഷമാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലെത്തുക. പിന്നെ എഗെയിൻ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ താഴത്തേക്ക് നല്ല ദൂരമുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രൈറ്റനിങ് സിറ്റുവേഷനാണ്. ബട്ട് ദെൻ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ടെക്നോളജിയെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്താ വെച്ചാൽ വീഗാലാൻഡിൽ പോയാൽ വണ്ടർലയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ റൈഡിലും കയറാം. എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു സേഫ്റ്റിയെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവരുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ള കാരണം കൊണ്ട് അവർ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാകും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടല്ലോ. ഇത് 99% ഓഫ് ദ ടൈം ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യാറുള്ളത്. പിന്നെ ഈ 1% നിർഭാഗ്യം നമുക്ക് എപ്പോഴാണ് വരികയെന്നറിയില്ല. ആ സമയത്ത് അതിനെന്തെങ്കിലും ദൂഷ്യവശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ബട്ട് ദെൻ അത് കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. ജനറലി ഈ ട്രസ്റ്റിനെ കൊണ്ട് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്നുള്ളത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. നന്നായിട്ട് പോയി. നമ്മളെല്ലാവരും അതിൻ്റെ മേലെ കയറി. മുൻപ് കയറാൻ മടിയുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് കയറ്റി അതുമേ ഇരുന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് ശേഷമാണ് ഞങ്ങൾ ഷെൻജനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഷെൻജനിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ദൂരമുണ്ട്. ഒരുപാട് സമയം യാത്ര ചെയ്ത് ആണ് നമ്മൾ ഷെൻജനിലെത്തുന്നത്. ഷെൻജനിൽ ശരിക്കും ഇതിൻ്റെ ഈ ട്രിപ്പിൻ്റെ ആക്ച്വൽ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ഈ ട്രിപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന ബിസിനസ് കോൺഫറൻസ് ആയിരുന്നു. ഈ ബിസിനസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ വന്ന ആൾക്കാർ അവരുടെ വൈവിധ്യം, അവരുടെ മേഖലകൾ, അവരുടെ എക്സ്പീരിയൻസ്, അതുപോലെ അവർക്ക് ചൈനയിൽ ശരിക്കും കാൻഡൻ ഫെയറിൽ പോലും വരാത്ത ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ നേരിട്ട് പരിചയപ്പെടാൻ, നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന സ്പേസ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് രാവിലെ മുതൽ രാത്രി വരെ ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ പലരും ബിസിനസ് ഒന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ബിസിനസ്സിനായിട്ടൊരു ദിവസം മാറ്റി വെച്ചപ്പോൾ അത് അത്യാവശ്യം ആ ഒരു ശരിക്കും ആ എൻവയോൺമെൻറ്റും കൂടെ നമ്മളെ ചിന്തിപ്പിക്കുമല്ലോ. അപ്പോൾ ബിസിനസ് കോൺഫറൻസ് നല്ല ഒരു പ്രീമിയം
ഏരിയയിൽ പ്രീമിയം സെറ്റപ്പിലാണ് ഡോക്ടർ നൗഷാദ് അവരുടെ ടീമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചൈനീസ് പൊളിറ്റ് ബ്യൂറോ എന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പെക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊന്ന് ലോകത്ത് 13ാം നമ്പറൊക്കെ റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് പെക്കിംഗ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ 10ലധികം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവരുടെ നാട്ടിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ബിസിനസ്സിന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പല ആൾക്കാരും ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് സ്റ്റേജിൽ കയറി ആൾക്കാരെ കൺഫ്രണ്ട് ചെയ്ത് സംസാരിച്ചിട്ടൊന്നും ശീലം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശരിക്ക് ഭയങ്കര വാല്യൂ അഡീഷൻ ആയിരുന്നു. ഇങ്ങനെ ബിസിനസ് കോൺഫറൻസ് ആണ് ശരിക്കും ഒരു പക്ഷേ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ബിസിനസ് ട്രിപ്പാണല്ലോ. അപ്പോൾ പരസ്പരം നെറ്റ്വർക്ക് ചെയ്യാനും അതിൽ പല ആൾക്കാരും നമ്മൾ ഇന്നും നല്ല ബന്ധമുള്ളത് എനിക്കറിയാം. പല ആൾക്കാരും പിന്നീട് ഒരുമിച്ച് ബിസിനസ് തുടങ്ങിയതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും ഇതിന് ശേഷം ഷെൻജനാണ് ശരിക്കും ലോകത്തിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ സിലിക്കൺ വാലി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. നല്ല വെൽ ഡെവലപ്ഡ് സിറ്റിയാണ്. എല്ലാ മേഖലകളിലും നമുക്ക് ഓട്ടോണമസ് വണ്ടികളൊക്കെ പോകുന്ന കാണാം. ട്രാഫിക് സിസ്റ്റംസും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെൽ അഡ്വാൻസ്ഡ് ആണ്. സിറ്റിയുടെ ഒരു ജനറലി നല്ല നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സിറ്റീസാണ്. ചൈനയിൽ ജനറലി കണ്ടൊരു കാര്യം പറയട്ടെ, ഒരുവിധം എല്ലാ സിറ്റീസും ശരിക്കും അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുന്നുണ്ട്. അതായത് ഒരുപാട് പുതിയ കൺസ്ട്രക്ഷൻസ് അങ്ങനെ കാണുന്നില്ല. മേ ബി അവർ ഡീപോപ്പുലേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവരിപ്പോൾ 2 ചൈൽഡ് പോളിസിയൊക്കെ കൊണ്ടുവന്നെന്ന് കേൾക്കുന്നില്ലേ. നിലവിലുള്ള പോപ്പുലേഷന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവിടെയുണ്ട്. ആൻഡ് അവരുടെ പോപ്പുലേഷൻ ഡീക്ലൈൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇന്ത്യ ശരിക്കും പോപ്പുലേഷനിൽ 1ാം സ്ഥാനത്ത് വരുന്നത്. കാരണം ചൈനയായിരുന്നു അതുവരേക്ക് 1ാം സ്ഥാനത്ത്. പക്ഷേ ചൈനയിലെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനും മറ്റൊക്കെ കാരണം പോപ്പുലേഷൻ കുറച്ച് കുറഞ്ഞല്ലോ. അതിനുശേഷം പിന്നെ പുതിയ തലമുറ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ എനിക്കറിയില്ല. എന്തായാലും അവിടെ അങ്ങനെ ഒരുപാട് പുതിയ കൺസ്ട്രക്ഷൻസ് ഒന്നും കാണുന്നില്ല. പകരം എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് നല്ല രീതിയിലാണ്. ഷെൻജൻ അത്ര ക്രൗഡഡ് അല്ല. നമ്മൾ കാൻഡൻ ഫെയർ നടക്കുന്ന സിറ്റി ഗ്വാങ്ജോയിലേക്ക് വരുന്ന സമയത്ത് ഗ്വാങ്ജോ അത്യാവശ്യം നല്ല ക്രൗഡഡാണ്. പ്രത്യേകിച്ച് ഞാൻ അവിടെ സംസാരിച്ച സമയത്ത് മനസ്സിലായത് ഈ പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണമുള്ള ഒരു റഷാണ് അവിടെ ഉള്ളത്. ജനറലി അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. കൊല്ലത്തിൽ 2 തവണ കാൻഡൻ ഫെയർ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഏപ്രിലിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഒക്ടോബർ 17 തുടങ്ങിയിട്ട് ഒക്ടോബർ 25 വരെയാണ്. അപ്പോൾ അത് അതിനുശേഷം ഒരു ബാച്ചും കൂടെ ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 25 തുടങ്ങിയിട്ട് നവംബർ 2 വരേക്കുള്ള ബാച്ചുണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 വട്ടം നടക്കുന്ന ഈ കാൻഡൻ ഫെയർ ആണ് അത്ര ആ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ റഷ് ഉണ്ടാക്കുന്നത്. ജനറലി അത് അത്ര റഷ് ഉള്ള സിറ്റി അല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ബിസിനസ് കോൺഫറൻസ് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഷെൻജനിൽ നമ്മൾ മാർക്കറ്റുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാക്ടറി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോണിയുടെ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ക്ലാരിറ്റി കിട്ടി. എന്തുകൊണ്ട് ലോ ക്വാളിറ്റി ചൈനീസ് പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ളതിന്. കാരണം എന്താ വെച്ചാൽ കാണാൻ ഒരേ ലുക്കുള്ള എന്നാൽ ഡിഫറെൻറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്സ് എല്ലാം അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രോപ്പ് ടെസ്റ്റ്, വാട്ടർ പ്രഷർ ടെസ്റ്റ്, അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് ടെസ്റ്റ്, ഇങ്ങനത്തെ ഒരുപാട് ടെസ്റ്റുകൾ മറ്റുമൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ രീതികൾ, അതെല്ലാം ഓരോ പ്രൊഡക്റ്റിനും അതെങ്ങനെ അവർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ടൂറ് പോലെ കാണിച്ചു തന്നു. അപ്പോൾ ഓരോ ടെക്നോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ അതിനെ അവർ ലെവറേജ് ചെയ്യുന്നത്, അവരുടെ സിസ്റ്റംസ്. അവരൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും അത്ര അഡിക്റ്റഡ് അല്ല. ഞാൻ കണ്ട ഒരു പ്രൈമറി ക്വാളിറ്റി എന്ന് പറയേണ്ടത്, ജോലി ചെയ്യുന്നവരിപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ നോക്കി നിൽക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ അവസ്ഥ ആലോചിച്ച് നോക്കി. ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ ലേറ്റായിട്ട് വരികയാണെന്ന് വെക്കുക, അയാളുടെ മേലെ ആയിരിക്കും നമ്മുടെ മൊത്തം അറ്റൻഷൻ. ടീച്ചർ ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ അങ്ങനെ നോക്കി നിൽക്കും. അല്ലെങ്കിൽ ചെറിയ ഒരു ഒച്ച പുറത്ത് കേട്ടാൽ അങ്ങോട്ട് നോക്കി നിൽക്കും. അങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ? പക്ഷേ ഇവർ വെൽ ഫോക്കസ്ഡ് ആണ്. ഇവരുടെ കാര്യങ്ങൾ എന്താണ്, അതൊരു മേ ബി അത് പേടിപ്പിച്ച് നിർത്തിയിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. പകരം മേ ബി അതൊരു കൾച്ചറും ആവാം. എന്താ വെച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കാത്ത കാര്യമാണ് എന്നുള്ള ബോധത്തിൽ ഒരുപക്ഷെ അവരവരുടെ ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ആവാം. എന്തായാലും ആ സോണിയുടെ ഫാക്ടറി അവരതിന് കാണിക്കുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും അവരുടെ പ്രൊഡക്ഷൻ മെത്തേഡ്സൊക്കെ കണ്ട സമയത്ത് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ക്വാളിറ്റിയിലും പ്രൊഡ്യൂസ് ചെയ്ത് തരാനുള്ള കപ്പാസിറ്റി ചൈനയുടെ കയ്യിലുണ്ട്. ഏത് ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഇതിൽ ഒരു മേജർ ഫാക്ടറായിട്ട് മാറുക. ഇങ്ങനെ ഈ സോണിയുടെ ഫാക്ടറിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നുണ്ട്, ഗ്വാങ്ജോയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നത് അങ്ങോട്ട് പോയത് ബസ്സിലായിരുന്നു. അതാണ് കുറേ സമയം എടുത്തു എന്ന് പറയേണ്ടത്. പക്ഷേ തിരിച്ച് ഷെൻജനിൽ നിന്ന് നമ്മൾ ഗ്വാങ്ജോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബുള്ളറ്റ് ട്രെയിനിലായിരുന്നു. അത് നമ്മൾ അങ്ങനെ തന്നെ ആഡ് ചെയ്തതാട്ടോ. എന്താ വെച്ചാൽ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസും ആൾക്കാർക്ക് കിട്ടണം, ആ ഡിഫറൻസ് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് 350 km/h പോകുന്ന ട്രെയിനിൽ കയറിയിരുന്നു. അപ്പോൾ 20 മിനിറ്റ് കൊണ്ടാണ് ഷെൻജനിൽ നിന്ന് നമ്മൾ ഗ്വാങ്ജോയിൽ എത്തുന്നത്.
അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നില്ല, ഉള്ളിലിരിക്കുന്ന സമയത്ത് ആ ഒരു വേഗത അറിയുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ മിനിയാന്നൊരു വാർത്ത കണ്ടു, 600 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്ന ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ ഷെൻജൻ ടു ബീജിംഗ് ഏകദേശം, അത് ഷാങ്ഹായ് ടു ബീജിംഗ്, എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ആ ദൂരം കവർ ചെയ്യാൻ ഏകദേശം 1200 കിലോമീറ്റർ 1500 കിലോമീറ്റർ ഉണ്ട്. ഇത് 2 മണിക്കൂറിലൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ട്രെയിൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചൈനയുടെ ഒരു ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് അടിപൊളിയാണ്. എന്താ വെച്ചാൽ ട്രെയിനിലും അങ്ങനെ ഒരു മാസ് മൂവ്മെൻറ്റിന് വേണ്ടുന്ന ലോജിസ്റ്റിക്സ് ഇൻഫ്ര അവർ നന്നായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ലൈക്ക് ആ മാതൃകയിൽ നിന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഇന്ത്യയിൽ ഇപ്പോൾ നല്ല ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ വരുന്നത്, വലിയ വലിയ റോഡ് നെറ്റ്വർക്കുകളൊക്കെ വരുന്നത്. നല്ലൊരു പോസിറ്റീവ് സിനാരിയോ ആണ്. എന്ന് വെച്ചാൽ മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ വലിയ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സപ്ലൈ ചെയിൻ ഉണ്ടാവണം, നല്ല ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ഉണ്ടാവണം. ഇത് രണ്ടും ചൈനയുടെ ഒരു സ്ട്രെങ്ത്താണ്. ചൈന വെൽ ഡെവലപ്ഡ് ആണ് ആ വിഷയത്തിൽ. ഇന്ത്യക്കും ഒരു പക്ഷേ ഇനി ഒരു വെൽ ഡെവലപ്ഡ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തേക്കാം. പക്ഷേ അത് ഒരു ശരിയായ ദിശയിലുള്ള ഒരു മൂവ്മെൻറ്റാണ്. ഇത് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ ഇവിടെ വന്ന് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എത്തി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിരുന്ന ബസ് അപ്പുറത്തൂടെ നമ്മളെ ഫോളോ ചെയ്തിട്ട് നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ നമ്മൾ ഇറക്കിയിട്ട് ബസ് നേരെ ഇങ്ങ് പോകുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ യാത്ര ചെയ്തിരുന്ന ബസ്സുകളും നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. ദെൻ നെക്സ്റ്റ് അപ്പോഴേക്കും ഫേസ് 2 ഓഫ് കാൻറ്റൺ ഫെയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫേസ് 2 എന്ന് പറയുന്നത് ഫേർണിച്ചർ, ഹോം ഡെക്കോർ, എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് ഏരിയകളിലാണ്. ശരിക്കും എല്ലാ ഫേസിലും കുറേ പ്രൊഡക്റ്റുകൾ, കുറേ ട്രേഡേഴ്സൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഓരോ ഫേസിനും എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്നുള്ളത് ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ലൈക്ക് വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും. എന്തായാലും ഇങ്ങനെ ഈ ഫേസ് 2 കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഗ്രാം ശരിക്കും അവസാനിപ്പിക്കുന്നത്. അതിലൊരു ദിവസം നമ്മളൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോട്ട് പോട്ട് എക്സ്പീരിയൻസ് എന്ന് പറയും. ചൈനീസ് ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ട് പോട്ട് എക്സ്പീരിയൻസ് ശരിക്കും നല്ല രസമുള്ളൊരു സാധനമാണ്. എന്താ വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് മസാലകളും മറ്റൊക്കെ ആദ്യം ഇട്ട് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മീറ്റ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലൊക്കെ അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. ഇപ്പോൾ ബീഫിൻ്റെയും മറ്റുമൊക്കെ ഇങ്ങനെ സ്ലൈസസ് ഉണ്ട്. ഈ സ്ലൈസസ് വളരെ തിൻ സ്ലൈസസ് ആയിരിക്കും. അപ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ പൊങ്ങി വരുന്നതാണ് ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ്. പിന്നെ നമുക്ക് അത്യാവശ്യം കെച്ചപ്പ് അങ്ങനത്തെ സ്പൈസസും മറ്റുമൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ്. എന്താ വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ അധികവും ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാനാണ് ശ്രമിക്കുന്നത്. റീസൺ ബീയിങ് നമ്മൾ പോയത് ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ, ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമുക്ക് വയറിനൊക്കെ ഓക്കെ ആവുന്ന ഭക്ഷണം തന്നെ ആയിരുന്നു. പക്ഷേ ചൈനയിൽ വന്ന സ്ഥിതിക്ക് ചൈനീസ് ഫുഡും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിനായിട്ടൊരു ഡേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ഹോട്ട് പോട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നല്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു മെമ്മറബിൾ ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം ആൾക്കാർക്ക് പലപ്പോഴും മെമ്മറിയിലേക്ക് ഒരുപാട് അസോസിയേറ്റ് ചെയ്യുന്നതല്ലേ. നമ്മൾ പണ്ട് പോയ കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് പറയാം നല്ല ബിരിയാണി ആയിരുന്നു എന്ന് പറയില്ലേ. അതുപോലത്തെ ആ ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഹോട്ട് പോട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും എൻ്റെ ലൈഫിൽ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പല ആൾക്കാർക്കും ഒരു പക്ഷേ അതിന് മുൻപേ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഡിഫറൻസ് ആയിരിക്കും. ഈ ഹോട്ട് പോട്ടിൻ്റെ എക്സ്പീരിയൻസ് ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ രാത്രി നമ്മൾ നോർമലി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ എക്സ്റ്റേണൽ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്താറുണ്ട്. ഇതെത്തി കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ആ ഒരു റൂമിൽ പോയിട്ട് അങ്ങനെ ഉറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എല്ലാവരും സംസാരിച്ചും മറ്റൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ അവിടെ ഇരിക്കുന്ന രീതിയാണ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. ശരിക്കും 4-5 മണിക്കൂറൊക്കെ നോർമലി എല്ലാവരും ഉറങ്ങുന്നുള്ളൂ. അത്ര പോലും ഉറങ്ങാത്ത ആൾക്കാരും ഉണ്ട്. ഇതിന് പുറത്ത് തന്നെ സ്ട്രീറ്റ്സിൽ ശരിക്കും നല്ല ചൈനീസ് ഫുഡൊക്കെ കിട്ടും. രാത്രി അങ്ങനെ സ്ട്രീറ്റ് ഭയങ്കര ഓപ്പൺ ആണ്. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും അവിടെ അതിൻ്റെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാം അത്രയും ക്ലീൻ ആയിട്ടാണ് ആ പ്രദേശം ഉണ്ടാവുക. ലൈക്ക് അതിൻ്റെ സ്റ്റോളുകളും ഉണ്ടാവില്ല, പിന്നെ അതിൻ്റെ ഡെബ്രീസോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവിടെ ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് അവിടുത്തെ ഫുഡും മറ്റുമൊക്കെ കഴിച്ചിരുന്ന അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ലൈക്ക് ഞാനങ്ങനെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഫാൻ അല്ലാത്ത കാരണം അത് കഴിച്ചില്ല. പക്ഷേ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജ്യൂസും മറ്റുമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ചൈനീസ് സ്നാക്സ് അടിപൊളിയാണ്. നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്സും മറ്റുമൊക്കെ ഉണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 25 പുലർച്ചെയാണ് ചൈനയിൽ നിന്നും തിരിച്ചു പോരുന്നത്. അതായത് ഏപ്രിൽ 25 പുലർച്ചെയാണ്. ശരിക്ക് ഒരു 9 ദിവസം നമ്മൾ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒന്ന് നമുക്ക് അവരുമായിട്ട് നല്ല അടുത്തിടപഴകാൻ പറ്റും, അവരുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ശരിക്കും എല്ലാം നമ്മൾ കോസ്റ്റ് സേവിങ്ങിന് ഒപ്റ്റിമൈസ് ചെയ്യാതെ ഒരു വാല്യൂ ഫോർ മണി എന്നുള്ളതിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. എന്താ വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവങ്ങൾ കൂടി ഉള്ളതാണല്ലോ. അനുഭവങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഗ്രേഡ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ നല്ലൊരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് നൽകാനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് എന്നുള്ള പോലെ തന്നെ നമുക്ക്
നമ്മുടെ യാത്രയിൽ വന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റൊക്കെ തന്നിട്ടുള്ള വ്യക്തികൾ. ലൈക്ക് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ അവർ ആ സന്തോഷം പങ്കുവയ്ക്കുക. വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ആ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നും നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് നല്ല ആക്റ്റീവാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താ വെച്ചാൽ 3 മാസങ്ങൾക്ക് ശേഷവും ഒരു ഗ്രൂപ്പൊക്കെ ആക്റ്റീവായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടയിൽ ആ ഒരു നല്ലൊരു ഊഷ്മളത ഉണ്ടായതുകൊണ്ടും കൂടി ആയിരിക്കണം. അങ്ങനെ ഇന്നും നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു പക്ഷേ ഇനിയുള്ള ഒരുപാട് കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കൂടി സൃഷ്ടിച്ചിട്ടാണ് ശരിക്കും ആ യാത്ര വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനിയും ശരിക്കും ഇങ്ങനെ ഒരു അടുത്ത കാൻഡൻ ഫെയറിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെയും ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കാനുള്ള ഒരു വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്ര പുറപ്പെടുക എന്നുള്ളത്. പരസ്പരം പരിചയപ്പെടാനാണെന്നുണ്ടെങ്കിലും നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ജീവിതത്തിൽ നല്ല ഗ്രേഡിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ക്ലാസ് ഒക്കെ എടുക്കുന്ന ചങ്ങാതി പറയുന്ന കേട്ടതാണ്, ആ നാട്ടിൽ ഏറ്റവും പ്രീമിയം ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ജിമ്മിൽ ഒരുപാട് ആൾക്കാരെല്ലാം വരുമല്ലോ, അപ്പോൾ നമുക്ക് അവരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടും. ശരിക്കും നമ്മൾ നടക്കാൻ പോവുക, ജിമ്മിൽ പോകുക പറയേണ്ടത് നമ്മളവിടെ പോയിട്ട് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കൂടെ ആരാണോ വർക്കൗട്ട് ചെയ്യുന്നത് അവർ നമ്മുടെ എല്ലാ വീക്ക്നെസ്സും കാണുന്നുണ്ടാവും. ഈ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാപ്പി ഹോർമോൺസ് ഒക്കെ വരും. ഇപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മളെ കൂടെ ആരാണോ ഉള്ളത് അവരുമായിട്ട് അത് അസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെന്ന് വെക്കുക, അപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനറലി ഹാപ്പി ഹോർമോൺസ് വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുക എന്താണ്, ഈ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവാൻ കാരണം നിങ്ങളും കൂടിയാണെന്ന് കരുതിയിട്ട് ഒരു അസോസിയേഷൻ വരില്ലേ? അതൊക്കെ ശരിക്കും ഈ യാത്രയിൽ അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരുമിച്ച് രാവിലെ മുതൽ രാത്രി വരെ ഒരുമിച്ചുണ്ടാകുന്നു, അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഉണ്ടാകുന്നു. യാത്രയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ രസമുള്ള സംഭവങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, കുറച്ചെല്ലാം ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ പോലും ഈ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആൾക്കാർ ബിഹേവിയറും മറ്റൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആരാണ് ലൈഫ് ലോങ് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഫ്രണ്ട്ഷിപ്പുകൾ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. ശരിക്കും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ ആ പ്രായത്തിലേക്ക് എത്തിയ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ആ പ്രായത്തിലല്ലാത്ത കുട്ടികൾ ഒക്കെ ഉണ്ടാവുമല്ലോ, കോളേജിലും മറ്റൊക്കെ പഠിക്കുന്നത്, അവർക്കൊരു പക്ഷേ ആ ബന്ധങ്ങൾ അവർക്കിപ്പോൾ കിട്ടുന്ന ബന്ധങ്ങളുടെ വില അറിയുന്നുണ്ടാവില്ല. പിന്നെയാണ് മനസ്സിലാവുക 10-30 വയസ്സെല്ലാം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കടക്കുമ്പോൾ പുതിയ ബന്ധം തുടങ്ങുക എന്ന് പറയേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമ്മളൊരു ജയിലിനകത്ത് കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. കാരണം ഒരു നാച്ചുറലി ഒരുപാട് ഹിൻഡ്രൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ട് ഒരു നല്ല കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷേ കഴിഞ്ഞ ചൈന ട്രിപ്പിലുള്ള ഏറ്റവും നല്ല അനുഭവം എന്നാണ് എനിക്കൊരു ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ ഇനിയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നല്ല കമ്മ്യൂണിറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ യാത്ര നല്ലൊരു മാധ്യമമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത കാൻഡൻ ഫെയർ ട്രിപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ചൈനയെക്കുറിച്ച് എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.